വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള വായിൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് എല്ലാവർക്കും ഇഷ്ടമാവും, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള സാധാരണ തേങ്ങയൊക്കെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തേങ്ങയുടെ ഫ്ലേവറൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും മാരി ബിസ്ക്കറ്റ് എടുക്കുക. ഇനി ഇതാ ഒരു ബൗളിൽ നല്ല ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഈ ഒരു പാലിൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ചൂടുള്ള പാലിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ബിസ്ക്കറ്റ് ഇട്ട് ഒന്നങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതാ ഏത് ഡിഷിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലിതാ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ അളവ് നമ്മൾ എത്ര വലിപ്പത്തിലുള്ള പാത്രമാണോ എടുക്കുന്നത് ആ ഒരു വലിപ്പത്തിലുള്ള അളവിലേക്കുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്യാപ്പൊക്കെ ബിസ്ക്കറ്റിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക. നല്ല പച്ച തേങ്ങയുടെ പാലൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ബൗളിലേക്ക് സോസ് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ രണ്ടും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതാ ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് അതൊന്ന് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല തിക്കായിട്ടുള്ള പുഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഈ 1.5 ടേബിൾ സ്പൂണിനുള്ള കോൺഫ്ലവറിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള പുഡിങ് കിട്ടും. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് ഒന്നും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ച് ക്രീമി ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രീമി ആയിട്ടുള്ള രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ തന്നെ മതി ഈ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലിലേക്ക്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം. ഒന്ന് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇനി അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടായിട്ട് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒരു ടേബിൾ സ്പൂണൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടുള്ള ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും കേട്ടോ. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ ഇനി നന്നായിട്ട് ഈ ഒരു ചോക്ലേറ്റൊക്കെ ഇതിലൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചൂടാറാനൊന്നും നിൽക്കണ്ട കേട്ടോ, ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരേപോലെ അങ്ങ് വെതറി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഇനിയിപ്പോൾ തേങ്ങ ചിരവിയിട്ട് അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഒരു പാനിലിട്ടിട്ട് ഒരുപാടൊന്നും കരിഞ്ഞു പോവാതെ ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഒന്നങ്ങ് ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിസ്താഷ്യൂ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അതും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ എന്തായിട്ടും വെക്കണം കേട്ടോ. എന്നാലും ഉള്ളത് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് സെറ്റായിട്ടും അതുപോലെ ആ ഒരു തണുപ്പോട് കൂടിയൊക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാ നന്നായിട്ട് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഡെസേർട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഞാൻ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്